മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം തൻ്റെ സ്വന്തം ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനുണ്ടല്ലോ, മനുഷ്യർ തമ്മിൽ കലഹിക്കാനുള്ള ഒരു വ്യഗ്രത കൂടുതലാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടെത്തി ദൈവത്തിങ്കിലേക്ക് അടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഒരു വലിയ കുഞ്ഞു കാര്യം പറഞ്ഞു തരാം. എന്താണെന്ന്, നമ്മൾ സീഡ്സ് വിത്തുകളൊക്കെ കിളിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ? നേരെ മണ്ണിൽ കൊണ്ടിടാതെ അത് ഇപ്പോൾ തന്നെ ഇത് പയറുവിത്ത് കാണിച്ചു തരാം. ഇത് പയറുവിത്താണ്. ഇത് പൊളിച്ചെടുത്ത് അതിൻ്റെ സീഡ്സ് ഒരു ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഒരു ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അത് വാരിയെടുത്ത് നമ്മൾ ഇതുപോലെ കിഴി കെട്ടണം. കിഴി കെട്ടാൻ എങ്ങനെയാണെന്നറിയാമോ? ഇതിപ്പോൾ ഇത് പയറുവിത്താണ്. പയറുവിത്ത് ഇതിനകത്ത് ഒരു ദിവസം സോക്ക് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഇതുപോലൊരു തുണിയെടുത്ത് നനവുണ്ടായിരിക്കണം. നനവുണ്ടായിട്ട് നന്നായിട്ട് മുറുക്കി, നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മുറുക്കണം. അപ്പോൾ ഇങ്ങനെ മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചൂടുണ്ടല്ലോ, ഇത് ഒന്നിച്ചിരിക്കുന്ന ആ ചൂട് കൊണ്ട് അത് പെട്ടെന്ന് ജെർമിനേറ്റ് ചെയ്യും. ഇത് കണ്ടോ, ഞാനതുപോലെ വെണ്ട വിത്ത് വെച്ചിരിക്കുന്നതാണ് ജെർമിനേറ്റ് ചെയ്യാൻ. ഇത് ഒറ്റ ദിവസം കൊണ്ട് ജെർമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത് ചെറുപയർ, ഗ്രീൻ ഗ്രാം. ഇതെന്തിനാണെന്നറിയാവോ? ഇത് ഇന്നലെ സോക്ക് ചെയ്ത് അത് കെട്ടി വെച്ചിരുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് അത് ജെർമിനേറ്റ് ചെയ്യും. അത് ജെർമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്പ്രൗട്ട്സ് എന്നും പറഞ്ഞ് കടയിലൊക്കെ വാങ്ങിക്കുകയില്ലേ, ഇത് കണ്ടോ, അത് റെഡി ആയിക്കഴിഞ്ഞു. ഒരൊറ്റ ദിവസം കൊണ്ട് സ്പ്രൗട്ടായി കഴിഞ്ഞു. ഇനി ഇതെടുത്ത് കറി വെച്ചാൽ മതി. ഇത് സാലഡിലിടാം, തോരനിലിടാം, എല്ലാം വളരെ നല്ല പ്രോട്ടീൻ ഫുഡാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ സ്പ്രൗട്ട് ഇതുപോലെ ഉണ്ടാക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ട് ശകലം നനവുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചാൽ മതി. പിറ്റേ ദിവസം റെഡി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.